ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ദിവസമായില്ല നമ്മൾ കണ്ടിട്ട്. അങ്കിലേ നിങ്ങളോട് വിഷയം പറയാതെ കിരക്കരായി പോയി. ശരിക്കും പറഞ്ഞു നിങ്ങൾക്ക് എങ്ങനെ കാണാതെ കിരക്കരായിനാ. കുറേ ആൾ കമൻ്റ് ആക്കി അറിഞ്ഞാൽ വീഡിയോ എന്താ ചെയ്യാതെ, വീഡിയോ നിർത്തിനാ, നീ എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല. എപ്പോഴും വന്നിട്ട് ഞാൻ നോക്കുന്നു വീഡിയോ വന്നിട്ടാന്ന്, പക്ഷെ വന്നിട്ടാന്നിട്ട് കുറേ ആൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ പക്ഷേ അതെല്ലാവർക്കും നമ്മൾ ഭയങ്കര ഇഷ്ടമുണ്ട്. അപ്പോൾ ഇതെന്ത് കഥയെന്നറിയോ, ഞാൻ കേക്ക് ക്രം കൊണ്ടാക്കിയിട്ട് രാത്രി വെച്ചിട്ടുണ്ടായി. രാവിലെ നോക്കുമ്പോൾ ഇല്ല, ഒരു സൈഡ് ഇങ്ങനെ ചരിഞ്ഞിട്ട് എന്നെ പോലെ അതിന് ഒരു സൈഡ് ചരിഞ്ഞിട്ട്, അപ്പോൾ ഞാൻ എന്തൊക്കെയായാലും നേരെ പൊന്തിച്ചിട്ടില്ലേ, തല മറിച്ചിട്ട് ഇങ്ങനെ വെച്ച് കമിച്ചിട്ട പോലെ ആക്കിയിട്ട് അപ്പോൾ അതിങ്ങനായി. അപ്പോൾ ഇതിനൊന്നിന് നമുക്ക് സെറ്റാക്കിയിട്ട് നല്ല സുന്ദരി കേക്കാക്കിയിട്ട് എടുക്കണ്ടേ. അപ്പോൾ ഇത് മോം ട്യൂബിക്കുള്ള കേക്കായിരുന്നു. അതിന് ബ്ലൂവും പിങ്കും ടോപ്പറെല്ലാം വെച്ചിട്ട് ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കാം നമുക്കിതാ. ഇപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് എടുത്തറിഞ്ഞാൽ ആ ചരി വല്ല സെറ്റായില്ലേ അങ്ങനെ. അപ്പോൾ ഇതൊന്ന് ഞാൻ കേക്കിനെല്ലാം ഫോട്ടോ എല്ലാം എടുക്കുന്നത് കണ്ടിട്ട് തിരിച്ചിനെ എടുക്കാൻ പോകുന്നു. അവൻ്റെ ഷൂ എല്ലാം കൊണ്ടുവന്ന് ടേബിളിലെല്ലാം വെക്കുന്നുണ്ട് ഇട്ടോട് പോകാൻ. ഡ്രസ്സ് കൊണ്ടുവന്ന് ഷൂ കൊണ്ടുവന്ന് ഇപ്പം ഇങ്ങനത്തെ എല്ലാ കഥയാന്ന് പറഞ്ഞാൽ ഓരോരോ പ്രായത്തിൽ ഓരോരോ ഇതല്ലേ പിള്ളമാർ. അങ്ങനെ ആ കേക്ക് ഡെലിവറി ആക്കാൻ വേണ്ടിയിട്ട് ബോക്സിലെല്ലാം ആക്കിയിട്ട് ഇതിൻ്റെ സംഭവം കഴിഞ്ഞു. അപ്പോൾ കുറേ ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ടല്ലേ, നല്ല തിരക്കുണ്ടായിന്. എനിക്ക് തന്നെ നിങ്ങളുടെ വിഷയം പറയാണ്ട് കിരക്കരായിട്ട് ഇങ്ങനത്തെ പോയി. അപ്പോൾ നമ്മൾ ഓർഡർ കൊടുത്തത് ഒരു ഇന്നലെ നല്ല ഓർഡർ ഉണ്ടായിന്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഫുള്ള് കയറ്റി വെച്ചിട്ടുണ്ടായി, എല്ലാ ഐറ്റം പാത്രങ്ങളെല്ലാം. അപ്പോൾ ഇതിനെല്ലാം ഒന്ന് അതാത് സ്ഥലത്ത് വെച്ചിട്ടാണ് ഒരു സമാധാനമാണെങ്കിൽ വെച്ചിട്ട് കാര്യമില്ല. പിന്നെയും അങ്ങനെയാന്ന് ബൈലോട്ട് വെക്കുന്നത്, ബൈലോട്ടും അങ്ങനെയാണെന്നറിയാം, അങ്ങനത്തെ അവസ്ഥ. അപ്പോൾ ഇത് നല്ല വലിയൊരു ഓർഡർ ഉണ്ടായിന്. അതെല്ലാം കൊടുത്തിട്ടായതിനു ശേഷം ഇല്ലേ പിന്നെയും ഓർഡർ ഉണ്ടായി. ഇതിപ്പോൾ എപ്പോഴും കാണുന്ന സംഭവം തന്നെയല്ലേ നിങ്ങൾക്ക്. സ്നാക്സ് കണ്ടിട്ട് ഒരുമാതിരി ആയിട്ടുണ്ടാവും നിങ്ങൾ. അപ്പോൾ മുട്ടമാല, പുഡിങ്, കട്ട്ലറ്റ്, ഉന്നക്കായ്, ഫ്ലവർ അപ്പം, പുളിവാളം, അട്ടിപ്പത്തിരി, ചിക്കൻ കോൺ, അങ്ങനെ എന്തെല്ലോ ഉണ്ടായിന്. 2-3 ദിവസം 3-4 ദിവസം ഇങ്ങനത്തെ സ്നാക്സിൻ്റെ തന്നെ ഓർഡർ ആയിന്. പിന്നെ ലാസ്റ്റ് കാണുന്നത് റനിപ്പോളിയാന്ന് പറഞ്ഞാൽ മുട്ടമാല, അങ്ങനെ എന്തെല്ലോ ഐറ്റംസ് ഉണ്ടായിന്. പിന്നെ അതിൻ്റെ ഇടയിൽ പിന്നെ എന്തുണ്ടായിനിപ്പാ, പിന്നെ മംഗലത്തിന് പോകാനുണ്ടായിന്. പിന്നെ ചെറുതായിട്ട് പെരക്കൊരു പെയിൻ്റെല്ലാം ആക്കിയിട്ടുണ്ടായിന്. പിന്നെ ചെറുതായിട്ടൊരു കർട്ടനെല്ലാം ഇട്ട് അങ്ങനത്തെ എല്ലാ പണിയുണ്ടായി. അപ്പോൾ നമുക്ക് ഫോൺ അപ്ലോഡ് ആക്കാനോ വീഡിയോ ചെയ്യാനോ ഒന്നിനും ടൈമില്ല, തിരക്കന്നായിന്. പിന്നെ വെക്കേഷനായിട്ട് ശരിക്കും പറഞ്ഞാൽ എവിടെയെങ്കിലും പോകാൻ വരെ ടൈം കിട്ടിയിട്ടാണ്. ഇപ്പം മംഗലത്തിൻ്റെ തന്നെ ഒരു സീസണല്ലേ. അങ്ങനെ ഇതരാ ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് 2-3 ദിവസത്തെ മംഗലത്തിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയുന്നത് ഈ ഉന്നക്കായി, കട്ട്ലേറ്റ്, ക്ലിക്കോട് പറയും. എന്നിട്ടായി ചോദിക്കാൻ എന്തെങ്കിലും വേറെ സ്പെഷ്യൽ ഉണ്ടാകുന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ ചിക്കൻ കോണ്, ഫ്ലവർ അപ്പം, അട്ടിപ്പത്തിരി, വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടെങ്കിൽ അങ്ങനെ ചേർക്കലാന്ന് പറഞ്ഞാൽ. അപ്പോൾ ഓരോരാൾ 5 ഐറ്റംസ് കൊണ്ടുപോകും, പിന്നെ ഒരാൾ 7 കൊണ്ടുപോകും, പിന്നെ ഒരാൾ 10 തരം കൊണ്ടുപോകും. അങ്ങനെ ഓരോരാൾ ബഡ്ജറ്റിനനുസരിച്ചിട്ട് അങ്ങനെ കൊണ്ടുപോകലാന്ന്. അപ്പോൾ ഇത് എടുക്കുള്ളത് അതിനറിയോ, കണ്ണൂരുള്ള ഓർഡർ ആയിരുന്നു. പക്ഷേ അല്ല നമ്മളിപ്പോൾ ഭയങ്കരത്തിലായി. കണ്ണൂർ കോഴിക്കോടെല്ലാം പോകാൻ കഴിഞ്ഞപ്പോൾ നമ്മളെ സ്നാക്സ് എല്ലാം പക്ഷേ അല്ല കണ്ണൂർക്ക് കൊണ്ടുപോയിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ കണ്ണൂരുകാർക്കെല്ലാം നല്ല ഉണ്ടായിന്, അടിപൊളി സ്നാക്സ് എന്നല്ല പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾ കാണിക്കുന്ന 1-2 ദിവസത്തെ വീഡിയോ ഒന്നുമല്ല, 2, 3, 4, 5 ദിവസം എന്തോ വീഡിയോ ഒന്നിച്ചിട്ട് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലേ നമ്മളെ പൗസി ആൻറ്റീനെ കുറിച്ച് ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞിന്. പൗസി ആൻറ്റീൻ്റെ ബർത്ത്ഡേ ഉണ്ടായിന്. അപ്പോൾ ഞാൻ സർപ്രൈസായിട്ട് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു പറഞ്ഞാൽ പൗസി ആൻറ്റിക്ക് അറിയാണ്ട് ഞാനൊരു കേക്കും കൊണ്ട് പോയതാണ്. അപ്പോൾ സംഭവം എന്തെന്നില്ലെങ്കിലേ സ്റ്റാറ്റസ് ഇട്ടിട്ട് നമുക്കറിയുന്നല്ലോ ബർത്ത്ഡേന്ന്. അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞില്ല, പോകുന്ന സംഭവങ്ങളൊന്നും. അവിടെ പോയിട്ട് കയറിയത് തന്നെ പോയിട്ട് ഇങ്ങനെ അന്തം വിട്ടായിരുന്നു, പ്രതീക്ഷിക്കാണ്ട് കേക്കെല്ലാം കൊണ്ട് പോയിട്ടാകുമ്പോൾ. പക്ഷെ അവിടെ കുറേ വിഷയം പറഞ്ഞ്. പിന്നെ മുജിയാണ്ടിൻ്റെ മോള് ടൂർ പോയിട്ടുണ്ടായിന്, തനുഷ എന്നിട്ട് ഓള് ടൂർ പോയിന്. പിന്നെ 2 മക്കൾ ഗൾഫിൽ, അങ്ങനെ പുരയിൽ ആരും ഉണ്ടായിട്ടാ. അപ്പോൾ ചെയ്യാണ്ടും ഓരോ മാപ്പിള മാത്രം ഉണ്ടായിന്. അങ്ങനെ അവർക്ക് ഭയങ്കര ഒരു സർപ്രൈസാണ്. അപ്പോൾ ജ്യൂസ് ആക്കുന്നത് അങ്ങനെ എന്നെല്ലാം ഞാൻ ഒന്ന് സമ്മതിച്ചു. അപ്പോൾ ഫലോദിയും മറ്റേ കസ്റ്റർഡും അങ്ങനെയെല്ലാം ഉണ്ടായിന്. അപ്പോൾ അതന്നെ മതി എന്നുള്ള ചെറുത് ഞാൻ ബത്തക്കല്ലെടുത്തിന് ജ്യൂസാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ പിടിച്ചിട്ട് ഫലോദി ഐസ്ക്രീം അങ്ങനെ എല്ലാം കഴിച്ചതാണ്. അപ്പോൾ അവിടെ നോക്കുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട സംഭവമുണ്ട്. കിച്ചണിൽ കുറേ പാത്രങ്ങൾ. അപ്പോൾ പാത്രത്തിൻ്റെ മൊഞ്ചിനെല്ലാം ഞാൻ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇപ്പോൾ പോസിയാണ്ട് തന്നെ ഒരു ദിവസം നമുക്ക് നല്ലൊരു അടിപൊളി ബൗളും കപ്പെല്ലാം കൊണ്ട് തന്നിട്ടില്ലേ, ഇതേ പോസിയാണ്ട് തന്നെയാണ്. അങ്ങനെ കേക്ക് കട്ടിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പൊരക്ക് വന്നിട്ടായതിനു ശേഷം പിന്നെ പിറ്റേ ദിവസം വന്ന് പിന്നെ എനിക്ക് ഗൾഫിലേക്ക് കൊടുക്കാനുള്ള ബീഫ് കറീൻ്റെ ഓർഡർ ഉണ്ടായിന്. ഇതിന് മുമ്പ് ഉണ്ടായിന്, അത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടേ തോന്നുന്നു.
ഓർമ്മയിൽ ഒരു 5 kg ഉണ്ടായിന് ബീഫ് കറി. അപ്പോൾ ഒരു തേങ്ങ ഇട്ട നാടൻ സ്റ്റൈൽ തന്നെയുള്ള പള്ളിക്കറി വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തു. ഫസ്റ്റത്തെ ഒരു ഓർഡർ ഞാൻ വീഡിയോ ചെയ്തിനാന്ന് തോന്നുന്നു. അപ്പോൾ അത് മഷാലവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് നല്ല ഉണ്ട് അടിപൊളി എന്നല്ല പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് വേറൊരു പാർട്ടിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് കൊടുത്തതാണ്. എന്നോട് സ്ഥിരം മേങ്ങുന്ന കസ്റ്റമർ തന്നെയാണ്. ബീഫ് മേങ്ങിയിട്ടാ ബാക്കിയുള്ള സംഭവങ്ങൾ അപ്പങ്ങൾ ഒരു വിരുന്നിൻ്റെ ഓർഡർ അങ്ങനത്തെ എല്ലാം ഇതാക്കിയിട്ടുണ്ടായിരുന്നു. പോർക്കന്നെ ഗൾഫിലേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഒരു ഫാമിലി എന്തോ പോകുന്നത്. അങ്ങനെ വേണമെന്നിട്ട് നീ എന്നെ ഫ്രീസാക്കിയിട്ട് വെച്ചോ എന്നല്ല ചെല്ലിട്ടില്ലേ. ഞാനിത് രാത്രിയാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് ചൂടാറാണല്ലോ നമുക്ക് ഫ്രീസറിൽ കയറ്റണമെങ്കിൽ. അങ്ങനെ ഞാൻ ട്രെയിലെല്ലാം വെച്ചിട്ട് ഫാനെല്ലാം ഇട്ടിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിന്. അത് വേറെ കവറിലിട്ടിട്ട് ഫ്രീസറിൽ കയറ്റിയതാണ് അറിഞ്ഞാൽ. അങ്ങനെ അത് ഫ്രീസറിൽ കെട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ സൈഡ് ബന്ധം വരുന്നതിന് 2-3 ആൾ ചോദിക്കുന്നു ഓരോട് ഇന്ന് തരാം നാളെ തരാം മറ്റന്ന് തരാം എന്നിട്ട് ഇങ്ങനെ നെട്ടിക്കൊണ്ട് പോയിട്ട് ഇടയിലൊരു ഓർഡർ ഇല്ലാണ്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ഈ ഇറച്ചിക്കറി ആയതിനു ശേഷം ഇറച്ചിക്കറി വെക്കുന്നതിന് മുമ്പ് ബന്ധം വരുന്നതിന് റെഡിയാക്കിയിട്ട് അവിടെ തന്നെ ഞാൻ ചൂടാറാൻ വെച്ചിട്ട് അതിന് ആയിട്ടായിട്ട് ഇറച്ചിക്കറി വെച്ചതാണ്. എന്നിട്ട് ചൂടെല്ലാതിന് ശേഷം ബന്ധം വരുന്നു ഡെലിവറി ആക്കി ഇറച്ചിക്കറിയും ഒരെണ്ണം വന്നിട്ടുണ്ടായിരുന്നു ഇവർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതുകൊണ്ട് ഡെലിവറി ആക്കിയിട്ട് അതിന് ശേഷം മഷാലവർക്കും നല്ല ഇഷ്ടപ്പെട്ടിന് തേങ്ങയിട്ട്. പക്ഷെ ഓറ് വേണം മല്ലിച്ചപ്പൂൻ്റെ മണം അവർക്ക് ഇഷ്ടമില്ലല്ലോ. ഓരോരാൾക്ക് ഓരോരോ ഇഷ്ടങ്ങളല്ലേ അല്ലേ. നമുക്കെല്ലാം മല്ലിച്ചപ്പ് ഭയങ്കര കാര്യമല്ലേ അല്ലേ. അവർക്ക് മല്ലിച്ചപ്പിൻ്റെ മണം ഇഷ്ടമില്ല. അതുകൊണ്ട് മല്ലിച്ചപ്പുഴ ഉണ്ടാകുന്നു അവർ മുമ്പേ പറഞ്ഞിന്. അക്കില്ലേ മല്ലിച്ചപ്പുഴ ഒരു എന്തോ ഒരു മറന്ന പോലെ പാങ്ങില്ല ഇപ്പം അങ്ങനെ ഇരിക്കുന്നത് അമ്മ നമുക്ക് ഇട്ടിട്ട് എങ്ങനെ ശീലമുള്ളത് കൊണ്ട് തന്നെ. പിന്നെ അങ്ങനെ കൊടുത്തവർ പറഞ്ഞതല്ലേ കസ്റ്റമർ പറഞ്ഞ പോലെ നമുക്ക് ചെയ്യാൻ പറ്റുമോ. അങ്ങനെ ആക്കിയിട്ട് കൊടുത്തിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ചോറും കറിയൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിട്ട് തിരക്കായതുകൊണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാകുന്നത് നെയ്ച്ചോറും ചിക്കൻ കറിയല്ലേ. ആക്കി വെറും ചോറും മീൻകറി അത് ഇത് വെക്കുമ്പോൾ വലിയൊരു പണി പോലെ. ഈ നെയ്ച്ചോറ് പെട്ടെന്നൊരു വിസിലാന്ന് വേഗം ചിക്കൻ കറി റെഡിയാകുന്നില്ലേ. അപ്പോൾ അതൊരു എളുപ്പം പോലെ ആണെന്നതാന്ന് പറഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഒരു കുറച്ച് വൃത്തിയാക്കിയിട്ട് വെച്ച് തുടച്ചിട്ട് ക്ലീൻ ആക്കിയിട്ട് എല്ലാം ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം നോക്കിയാൽ കട്ടനൊന്നും ഇടാത്ത ജനലല്ലേ നിങ്ങൾ കാണുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഞാൻ കട്ടനെല്ലാം ഇട്ട് ജനലെല്ലാം കാണിച്ചു തരാവേ. അങ്ങനെ ഞാനും മക്കളെല്ലാം കൂടിയിട്ട് നെയ്ച്ചോറും ചിക്കൻ കറിയെല്ലാം വെച്ചതാണ്. എന്നിട്ടില്ല ഇപ്പോൾ കുറേ സൈല് വീഡിയോ എടുക്കാതെ ഞാൻ എന്ത് കഥയെന്ന് അറിയുന്നില്ല. വീഡിയോ എടുത്തിട്ട് വെക്കുന്നത് പക്ഷെ ഇടാൻ കഴിഞ്ഞില്ല. തിരക്കുണ്ടായിന്. എന്നാലും ഞാൻ തിരക്കിൻ്റെ ഇടയിൽ എപ്പോഴും ഡെയിലി ഇട്ടുണ്ടായിനല്ലോ. ഇത് എങ്ങനെയെങ്കിലും ഒരു ഇടാൻ ഒരു കൂടുന്നേയില്ല. ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നു ഭയങ്കര കുറേ ലോങ് ആയ പോലെ വീഡിയോ ഇടാതെ. കുറേ ആൾ ചോദിക്കുന്നുണ്ട് വീഡിയോ ചെയ്യാൻ നിർത്തിയാ എന്തതിനെ കാണുന്നേയില്ല. വീഡിയോ നിർത്തിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോക്ക് വെയിറ്റിങ്ങിൽ ഞങ്ങൾ എന്നല്ല പറഞ്ഞിട്ട് ഭയങ്കര കുറേ ആൾ കമൻറ്റ് ഇട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇതെന്ത് സംഭവം എന്നറിയോ നോക്കിയേ ആകെ ഗദ്ദളം മറിഞ്ഞിട്ടുണ്ട്. ഇന്ന് എൻ്റെ ആങ്ങൾക്കൊരു ചെറുങ്ങനെ ഒരു വിരുന്നാക്കണമെന്ന് വെച്ചിട്ടില്ലേ. ഞാൻ അതിനുള്ള പ്രിപ്പറേഷനിലെല്ലാം ഉള്ളതാണ്. ചട്ടിയും ബാത്റൂമും നല്ല സംഭവം നോർഞ്ഞിട്ടുണ്ട് ഇങ്ങനെ സീറ്റിലെല്ലാം. ഇത് നിങ്ങൾക്ക് വലിയ പുതുമാവല്ല എപ്പോഴും കണ്ടിട്ട് ഒരു ഭേദമായിട്ടില്ലേ അല്ലേ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സെറ്റപ്പും ഇങ്ങനെ റെഡിയാകുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിലായിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. കുറച്ചെടുത്തതാണ് എൻ്റെ ഇടയിൽ. അപ്പോൾ വന്നപാട് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ഒരു ജ്യൂസും പിന്നെ ഡോണട്ടില്ലേ ഡോണട്ടും കൊടുക്കാൻ പറഞ്ഞത് ഞാൻ ഡോണട്ട് സെറ്റാക്കിന്. എന്നെ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതിനെ ഡോണട്ടിനൊന്ന് ഡിപ്പാക്കിയിട്ട് എടുത്തിട്ട് ഫ്രിഡ്ജിൽ കയറ്റിയേക്കാൻ. എന്നിട്ട് ഇത് പയ്യെ വന്ന് രാത്രിയാണ് വരുന്നുണ്ടായിരുന്നത്. ഏകദേശം ഒരു 9 മണിക്കാണ് എല്ലാവരും വന്നത് മനുഷ്യൻ. അപ്പോൾ ആരുമില്ല നമ്മളെ പെരക്കാറും എടുത്ത മാപ്പിളുടെ പെരക്കാറും അത്ര തന്നെ. അപ്പോൾ അങ്ങനെ ആയിട്ട് ഇത് ഡോണട്ടിനെ ഫസ്റ്റ് ഒന്ന് സെറ്റാക്കിയിട്ട് വെച്ചിട്ട് ഡിപ്പാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ കയറ്റി വെച്ച്. എന്നിട്ട് ബാക്കിയുള്ള ഡെസേർട്ടും കാര്യങ്ങളെല്ലാം റെഡിയാക്കണ്ടേ. അപ്പോൾ ഇതും ഡെസേർട്ടായിട്ട് ഞാൻ ഇത് നമ്മൾ കസ്റ്റഡ് ചെയ്യുന്നില്ല. എൻ്റെ റെസിപ്പി ഞാൻ അന്നൊരു ദിവസം കാണിച്ചിന്. എൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റൊക്കെ വന്ന് ഞാൻ ഒരു നോമ്പിന് തൊട്ട് ഞാൻ തോന്നുന്നു. നമ്മൾ കസ്റ്റഡിൽ ഇടുന്നത്. അതിന് പകരം ഇത് കോൺഫ്ലവർ മിൽക്ക് മേഡ് എടുത്ത് ബാക്കി എല്ലാ ഫ്രൂട്ട്സും ഇടുന്നതാണ്. അപ്പോൾ ചിക്കൻ ഫ്രൈ ഞാൻ ഗ്രീൻ കളർ ചിക്കൻ ഫ്രൈ ആക്കാൻ എന്നിട്ടില്ലേ അതിനുള്ള സെറ്റപ്പ് എല്ലാം റെഡി ആക്കുന്നുണ്ട്. പിന്നെന്തിപ്പോൾ ഉണ്ടായിന് കുറേ ദിവസമായി ഫംഗ്ഷൻ കഴിഞ്ഞിട്ടില്ല. ഏകദേശം ഒരാഴ്ച ആയെന്ന് തോന്നുന്നു. എനിക്ക് എൻ്റെ ഓർമ്മയില്ല എന്തെല്ലാം ഉണ്ടായിരുന്നതെന്ന്. അപ്പം ഞാൻ ഉണ്ടാക്കിയത് അവർക്ക് മട്ടൻ ബിരിയാണിയാണ്. മട്ടൻ ബിരിയാണി, ചിക്കൻ ഫ്രൈ, പുളിവാളം, പിന്നെ ബട്ടൂര, പിന്നെ ഡിസേർട്ട് ഐറ്റം, പിന്നെ എന്തെല്ലാം ഉണ്ടാക്കി നമുക്ക് ടേബിൾ കാണാം. ഓക്കെ. അപ്പോൾ അതാ പിള്ളമാരെല്ലാം ഉണ്ട്. തന്നെ എൻ്റെ മോനാന്ന്. എല്ലാവരും നല്ല കളിയിലുണ്ടായിരുന്നു. ഞാൻ എല്ലാവരും ഒരാളായിട്ട് വരുന്നുണ്ട്. 9 മണിയെന്ന് പറഞ്ഞ് ഞാൻ എല്ലാവരോടും പറഞ്ഞു വേറെ വരണ്ട, എല്ലാവരും 9 മണിക്ക് തന്നെ വന്നാൽ മതി. കച്ചറായിട്ടാകുമ്പോൾ നമുക്ക് ഫിനിഷ് ആയിട്ടാകുമ്പോൾ ഒരു സമാധാനമാണെന്നില്ലേ. അപ്പം എന്നെ വന്നാൽ മതി എന്ന് പറഞ്ഞു എല്ലാവരോടും. അപ്പോൾ എൻ്റെ പേർക്കാർക്ക് മാഷാ ടൈമിങ്ങിൻ്റെ കാര്യത്തിൽ ഭയങ്കര അറിഞ്ഞാൽ 9 മണി എന്നില്ലെങ്കിൽ ഒരു കറക്റ്റ് 10 മണിയാവാതെ വരില്ല.
അങ്ങനെ എല്ലാവരും ഇല്ലേ അതിൽ അനിയത്തിയും ഉളമ്മ എല്ലാം വന്നിട്ടുണ്ടെങ്കിൽ ഓറ് കറക്റ്റ് 9 മണിക്ക് മാഷാ പറഞ്ഞ ടൈമിന് വന്നിന്. ബാക്കി എല്ലാവരും ഇല്ലേ 10 മണി 9:30 മണി എല്ലാം എല്ലാവരും വരുമ്പോൾക്ക് എന്നെ പിള്ളേർമാരെ മിന്നുമെല്ലാം മദ്രസ വന്നിട്ട് റെഡിയാകുന്നേണ്ട്. അങ്ങനെ പിന്നെ എന്ത് വരാനാകുമ്പോഴെല്ലാം സെറ്റായിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ പേടിച്ചോണ്ടേന് ആ വേലപ്പ കൊടുക്കാൻ കഴിയലേ ടൈം ആകുമ്പോൾ സെറ്റാവേലെന്നെല്ലാം. പക്ഷേ ആ ടൈം ആകുമ്പോഴെല്ലാം ഒന്ന് സെറ്റായിന്ന്. കസ്റ്റേർഡ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായി. പിന്നെ മറ്റേ സൂഫ്ലയില്ലേ പൊണ്ടത്തിൻ്റെ സൂഫ്ല ഉണ്ടായിന്, കേക്ക് ഉണ്ടായിന്, അങ്ങനെ പിന്നെ ബട്ടർ പുഡിങ്, ജ്യൂസ്, അങ്ങനെ എന്തെല്ലാം ഉണ്ടായി. അപ്പോൾ ഓറ് വരുന്ന ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കെല്ലാം ജ്യൂസെല്ലാം കൂട്ടിയിട്ട് സെറ്റാക്കിയിട്ട് വെക്കാം ഓറ് വരുമ്പോൾക്ക്. അപ്പോൾ കുറേ സൈഡിൽ എനിക്ക് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടിട്ടുണ്ടാവുമല്ലോ. കുറേ സൈഡ് അങ്ങനെ വിളിക്കണോ വിചാരിക്കുന്നത്. പക്ഷെ ഓരോർക്ക് ഓർഡർ ആകുമ്പോഴേക്കില്ല തിരക്കച്ചറാന്ന് പറയാമല്ലോ. അപ്പോൾ നമുക്കൊരു ഇപ്പം കാണുന്നില്ല വിളിക്കാൻ. എപ്പോഴും കച്ചറ തന്നെ ഒരു ഹോട്ടൽ പോലെ. പക്ഷേ ആരെങ്കിലും വരുമ്പോൾ ഒരു കച്ചറാകുമ്പോൾ നമുക്കൊരു സമാധാനം എന്നല്ല പറഞ്ഞിട്ടാകുമ്പോൾ. അപ്പോൾ എല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് അതിന് ശേഷം വരുന്ന ഓർഡർ ഇല്ലാത്തപ്പോൾ ഒന്ന് വിളിച്ചതാന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാം ഇപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്. അങ്ങനെ ജ്യൂസും ഡോണട്ടെല്ലാം കൊടുത്തിട്ട് അനിയത്തിൻ്റെ മോനും എൻ്റെ പുള്ളന്മാരും എല്ലാവരും ഉണ്ട്. നമ്മളെ ചെറിയ പുള്ളന്മാരാണ് ഏട്ടത്തിൻ്റെത്, അനിയത്തിൻ്റെത്, എൻ്റെതായെങ്കിലും ചെറിയ അനിയത്തിൻ്റെതായെങ്കിലും അല്ല അതിലുള്ളത് ഓരോന്ന് വലുത് ഇങ്ങനത്തെ 2-3 പറഞ്ഞാൽ വലിയ ഏട്ടത്തിൻ്റെതും എൻ്റെതും പിന്നെ ഒരു ഏട്ടത്തിൻ്റെത് കുറച്ച് വലുതായിരുന്നു. ബാക്കിയെല്ലാം ചെറിയ സൗണ്ട് ആക്കിയിട്ട് ഇങ്ങനെ പാഞ്ഞിട്ട് കളിക്കുന്ന ആ ഒരു പിള്ളമാറില്ലേ അങ്ങനത്തെ സൈസിൻ്റെ അതാണെന്നുള്ളത് പറഞ്ഞാൽ. ഞാൻ എത്ര ദിവസമായിരുന്നു ഒരു റെസിപ്പി കാണിക്കണമെന്നിട്ട് ക്രിസ്മസിൻ്റെ അല്ലെങ്കിൽ ഞാൻ ക്രിസ്മസിൻ്റെ ടൈമിൽ ലാസ്റ്റ് ആകുമ്പോൾക്ക് ഇത് നമ്മൾ പുതിനട്ടി അറിഞ്ഞാൽ നമ്മളെ ന്യൂ പുതിനട്ടി അങ്ങനെ ക്രിസ്മസിൻ്റെ ലാസ്റ്റ് ടൈം ആകുമ്പോൾക്ക് ഞാൻ ഓഫറെല്ലാം ഇടലുണ്ട് കേക്കിൻ്റെതെല്ലാം. അതുവരെ ഇടാൻ എനിക്ക് ടൈമേ കിട്ടിയിട്ടായി കുറി ഫുള്ള് ബിസി തന്നെ അതിന് ഓരോന്നോരോന്നായിട്ട്. അപ്പോൾ അതും ചെയ്തിട്ടാ ക്രിസ്മസിൻ്റെ മറ്റേ കേക്ക് റെസിപ്പി കാണികളുണ്ട്. അത് കഴിഞ്ഞിട്ടാ ആകെ എന്തെല്ലാം പോയി. ഇൻഷാ അല്ലാഹ് അപ്പോൾ ഇനി എങ്ങനെ ക്രിസ്മസ് കഴിഞ്ഞു, ന്യൂ ഇയറും ആയി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇനി ടൈം ഉണ്ടെങ്കിൽ കാണിച്ചു തരാവേ കേക്കിൻ്റെ റെസിപ്പി. ഞാൻ മറ്റേ പ്ലം കേക്കില്ലേ കഴിഞ്ഞൂറിൽ ഞാൻ പ്ലം കേക്ക് എത്ര ഓർഡർ എടുത്തിട്ടറിയോ ഓഫർ ഇട്ടിട്ട് ലാസ്റ്റ് ഡേ എൻ്റെ എന്നാൽ ജനുവരി 1 തോന്നുന്നത് കുറേ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇക്കുറി കഴിഞ്ഞിട്ടേ ഇല്ല ഞാൻ അതൊരു എടുക്കാൻ നമ്മളിപ്പോൾ ഇങ്ങനെ ഫുഡും കേക്ക് സംഭവങ്ങൾ കാര്യങ്ങളെല്ലാം ചെയ്യുന്നല്ലേ. അപ്പോൾ ഒരു ന്യൂ ഇയർ ആകുമ്പോഴേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം വരുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓഫർ ഇടണം. അത് നമ്മളൊരു ഫുഡിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഒരു നല്ല പാങ്ങാണ് നമുക്ക്. മുമ്പെല്ലാം ഞാൻ ചെയ്തോണ്ടേന് കേക്ക് ഓഫറോട്. പിന്നെ അൽഫാം കുബൂസ് അങ്ങനെ ഒരു കോംബോ ആക്കിയിട്ട് അൽഫാം കുബൂസ് പിന്നെ എന്ത് പൊട്ടത് ന്യൂഡിൽസ് ഇല്ലേ ന്യൂഡിൽസ് 5 പൊറോട്ട അങ്ങനെ വെച്ചിട്ട് കുറേ ആൾക്ക് ഞാൻ ഡെലിവറി ആക്കിന ആ ഒരു ടൈമിൽ. പസ്രുള്ള നാട്ടിലുണ്ടായിന്. അപ്പോൾ നമ്മൾ രാത്രി എല്ലാവർക്കും കൊണ്ടു കൊടുത്തതാണ്. പക്ഷേ ഭയങ്കര എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിന്. അപ്പോൾ പക്ഷെ ഇപ്പോൾ ഇതിനൊന്നും ടൈമേ കിട്ടിയില്ല. ഞാൻ കേക്ക് എന്തായാലും ഓഫർ ഇടണമെന്നല്ല വിചാരിച്ചിട്ടുണ്ടായിന്. ഡ്രീം കേക്ക് അല്ല നമ്മളെ പ്ലം കേക്ക് മറ്റേ സാദാ കേക്ക് അതെല്ലാം വെച്ചിട്ടൊരു കോംബോ പോലെ ആക്കിയിട്ട് ടൈം കിട്ടിയെങ്കിൽ ഇനി ഒരു ദിവസം ചെയ്യണം. അപ്പോൾ എല്ലാം ചോറെല്ലാം റെഡിയാക്കിയിട്ട് എല്ലാം കൊണ്ട് വെക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ടേബിളിൽ സെറ്റാക്കിയിട്ട് എല്ലാവരും ഒരാൾ കൂടി കൊണ്ടുവെക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ആണെങ്കിൽ ഇരുന്നിട്ട് അതിന് ശേഷം നമ്മൾ ഇരിക്കാമെന്നല്ല ഇല്ലേ ആണെങ്കിൽ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ബിരിയാണി, അൽഫാം, ന്യൂഡിൽസ്, പുളിവാളം, ഭട്ടൂര, ബട്ടർ ചിക്കന് അങ്ങനത്തെ എല്ലാ സംഭവങ്ങളില്ലേ അതെല്ലാം കൊണ്ടുവച്ചിട്ട് പെപ്സിയും സംഭവങ്ങളെല്ലാം വെച്ചിട്ട് ആണെങ്കിൽ ഇതിൻ്റെ അതിന് ശേഷം നമ്മൾ ഇരിക്കാന്നിട്ട് അങ്ങനെ ഓറ് കഴിക്കുമ്പോൾ പെണ്ണുങ്ങളുടെ വിസ്യത്തിൻ്റെ പൊടി പൂരോ. പക്ഷെ അതോർ വന്നിട്ടില്ലേ പിറ്റേ ദിവസം നിന്നിട്ടുണ്ടായിന് 2 ദിവസം കഴിഞ്ഞിട്ടാണ് പോയത് പകുതിയാൾ. അപ്പോൾ നല്ല മജയുണ്ടായിന്. ഈ ഓർഡറും അതും ഇതും അനിയത്തിക്കെല്ലാം ഒരു ഇതായിനറിയാം പാത്രമെല്ലാം കഴിച്ച് അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് അതിന് ശേഷം നമ്മൾ ഡെസേർട്ടെല്ലാം വെച്ചിട്ടുണ്ട്. ഇത് ബട്ടർ പുഡിങ്ങാണ്. പിന്നെ നമ്മൾ ആലിയ ഭട്ടിൻ്റെ മിൽക്ക് കേക്കില്ലേ അതുണ്ട്. പിന്നെ ഇത് സൂഫ്ലയാണ് പൊണ്ടത്തിൻ്റെ അതുണ്ടായിന്. പിന്നെ നമ്മൾ ഈ സംഭവം മറന്നതിൻ്റെ പേര് ഇങ്ങനെയാണ് എൻ്റെ സംഭവം. എന്തുണ്ടെങ്കിൽ മറന്നിട്ട് പോകും പെട്ടെന്ന് പറഞ്ഞാൽ. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും പോവാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആങ്ങളെ ഉമ്മ ഉപ്പ അവരെല്ലാം വന്നിട്ടുണ്ടായിന് ആങ്ങളുടെ ഓളെ. അപ്പോൾ ഓറെ കൊണ്ട് ആങ്ങളെ പോയി. പിന്നെ ഒരു അനിയത്തി പോയി. പിന്നെ ഒരു അനിയത്തിയും ഓളെ മച്ചുനെല്ലാം വന്നിട്ടുണ്ടായിന് ഓറ് പോയി. പിന്നെ ഒരു ഏട്ടത്തിയും അനിയത്തിയും പിന്നെ ഒരു അനിയത്തിയെല്ലാം നിന്നതാണ്. നിന്നിട്ട് ആക്കിയിട്ട് നമ്മൾ 2 മണി 3 മണി എന്തായാലും പറഞ്ഞാൽ ഉറങ്ങുമ്പോൾക്ക് പിന്നെ സൗണ്ട് ഇല്ലാതായി അങ്ങനെ ആയിട്ട് വീഡിയോ ഇങ്ങനെ ഉണ്ടോണ്ട് പോയതാന്ന് പറഞ്ഞാൽ.
അപ്പോൾ ഇതാരറിയോ തായറ എന്നുള്ള പേര് നമ്മൾ തന്നെ ഫാമിലി ഉമ്മാൻ്റെ. അപ്പോൾ നമ്മളെ ഉമ്മാൻ്റെ ഫാമിലീൻ്റെ മംഗലമുണ്ടായില്ല കക്കാൻ്റെ പുള്ളീൻ്റെ. അങ്ങനെ അടുത്തേക്ക് പോയിട്ടില്ലേ ഈ വിരുന്ന് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞാൻ ഏട്ടത്തി അനിയത്തി എല്ലാം പോയതാണ്. അപ്പം എനിക്ക് ഓർഡറും ഉണ്ട് ഓർ തന്നെ. അപ്പോൾ അത് ഓർഡറും ഉണ്ട്. പിന്നെ നമ്മൾ ഉമ്മെല്ലാം ഉണ്ടായിരുന്നു ഇവിടെല്ലാം അപ്പോൾ തന്നെ. അപ്പോൾ ഉമ്മാനെ സെറ്റാക്കിയിട്ടെല്ലാം നമ്മൾ പോകുമ്പോൾ ഏകദേശം ഒരു 4 മണിയായിന് മംഗലത്തിന് പോണാ വേണ്ടേ സിയാവോ ബൈറ്റായില്ലേ എന്നല്ല ഉച്ചക്കത്തെ മംഗലല്ലേ. അപ്പോൾ പ്രശ്നമില്ല നമ്മളെ കുടിയുമ്പോൾ ഉമ്മാനെല്ലാം ഭയങ്കര കാര്യം അവർക്കെല്ലാം എന്തായാലും പോയിട്ട് വരാമെന്ന് വെച്ചിട്ട് ഞാൻ ഏട്ടത്തി അനിയത്തിയും പോയതാണ്. മഷാല പോയിട്ടാകുമ്പോൾ പറയാതിരിക്കാൻ അത്രക്ക് സ്വീകരണമാണെന്ന് ഞാൻ പറഞ്ഞാൽ നമ്മളൊന്നിച്ചിട്ട് തന്നെ ഇതായിരാന്നല്ലോ നമ്മളൊന്നിച്ചിട്ട് തന്നെ ഉണ്ടായിന് ഫുഡ് കഴിക്കാനും പുതിനാടിനെ കാണിക്കുമ്പോൾ ഇപ്പുറത്തല്ലേ അപ്പുറത്തല്ലേ ഓള് കുഞ്ഞു മഷ എങ്ങനെ പിക്കറാക്കുന്നത് എന്തെങ്കിലും ഓള് അതിനൊന്നും മെയിൻ്റാക്കാണ്ട് നമ്മളൊന്നിച്ചിട്ട് തന്നെ ഉണ്ടായിന് മഷാല. അപ്പോൾ നല്ല മജ അതിന് ഇതിട്ട് പോയെങ്കിലും അടിപൊളി ആയിന്. ഇതെൻ്റെ കാക്കാന മോനെ അരസ് അപ്പുറത്തുള്ളതില്ലേ ഭയങ്കരത്തിൻ്റെ പാട്ടായിരുന്നു. എല്ലാവർക്കും അറിയോ ഇവിടെ മക്കാർക്കാരോട് ഭയങ്കരത്തിൽ പറയണമെന്നില്ല അല്ലേ. തൊട്ടിലെട്ടൽ മംഗലം സംഭവങ്ങൾ എല്ലാത്തിനുള്ള അടിപൊളി പാട്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഇതിൽ ചോറ് കഴിക്കാൻ തുടങ്ങിയില്ലേ. അപ്പോൾ പുതിനാട്ടിൻ്റെ അടുത്തോർ വരാനായിന്. അപ്പോൾ ഓർക്കുള്ള സെറ്റപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട്. മട്ടനെ കൊണ്ടൊരു കളിയായിനാണ് അറിഞ്ഞാൽ. അപ്പോൾ നമുക്ക് എല്ലാ ടേബിളിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കഴിച്ചിട്ട് പോയിട്ടാണ് നമുക്ക് അവിടെയുള്ള സ്നാക്സ് ഓർക്കൊന്ന് സെറ്റാക്കിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പകുതി ആയിട്ടായിട്ട് പോയത്. അപ്പോൾ ഞാൻ ഏട്ടത്തിയോടെ അനിയത്തിയോടെല്ലാം ചെല്ലുന്നുണ്ട്. ബാബി ഉണ്ടായില്ല ഇന്ന്, ബാബി വർക്ക് പോയിട്ടുണ്ടായി. ബാബി ഇല്ല നിങ്ങൾ 2 ഹെൽപ്പ് ആക്കണോ എന്നെല്ലാം ചെല്ലിട്ട് ഒരാളൊക്കെ ഒന്ന് പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ പോയത് മംഗലത്തിന്. പോയിട്ട് പക്ഷേ നല്ല വാങ്ങണ്ടായിരുന്നു. ബിരിയാണി മനസ്സിൽ അത്രക്ക് നല്ല എല്ലാവരും നല്ല കൂട്ടാക്കിയിട്ട് ഉമ്മാനെ ഭയങ്കര ഇഷ്ടമാണ് ഇവർക്കെല്ലാം മുമ്പെല്ലാം. അപ്പോൾ ഉമ്മ പേരാത്തി തന്നെ നല്ല വിചാരമുണ്ടായിരുന്നു അവർക്ക്. എല്ലാവരും ഉമ്മ എന്താക്കുന്നല്ല ചോദിച്ചിട്ട് അങ്ങനെ ഇങ്ങനെയെല്ലാം ഇട്ട് പിന്നെ നമുക്ക് നമ്മളെ കുടുംബക്കാരെല്ലാം കാണുമ്പോൾ ഭയങ്കര ഒരു അല്ലേ എന്തുള്ള അങ്ങനത്തെ ഒരു ഇതല്ലേ. അതല്ല ബിറ്റെന്താ പറയുമോ നമ്മൾ അവിടുന്ന് വേഗം മുണ്ടിയിട്ടും കണ്ടിട്ടെല്ലാം ആയിട്ടായിട്ട് അവിടുന്ന് വന്നതിന് ശേഷമില്ലേ വേഗം പുതിയാപ്പിള വരുന്നതിന് മുമ്പ് അങ്ങനെ തിരക്കാകുന്നുണ്ട്. പുതിയാപ്പിളുടെ ഒരു ബരാനായിട്ട് പുതിയാപ്പിള വന്നു നമ്മുടെ വണ്ടിയും നമ്മുടെ ബ്ലോക്കാന്നില്ലേ. വരുന്നതിന് മുമ്പിൽ പാസ്സായാലല്ല നമുക്ക് കയറുമ്പോൾ തന്നെ പുതിയാപ്പിള വന്നിട്ടായി. അപ്പോൾ പിന്നെ എന്താക്കുന്ന അതിൽ പോകാനോ അല്ല നമ്മൾ ഒരു സൈഡ് നിന്ന് വെറുതെ നിന്നിട്ട് എന്താക്കുന്നില്ല. ഞാൻ നല്ല പുതിയാപ്പിള വീഡിയോ എടുത്തതെന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മുടെ ഇങ്ങനെ ഈ മൂലക്ക് ബിസിയാക്കുന്നുണ്ട് ഒരു വണ്ടീൻ്റെ ബാക്കിൽ. അപ്പോൾ പാട്ടും കളിയും മറ്റേ ബേഡിയെല്ലാം മുട്ടിയിട്ട് ഗോജിയിലുണ്ട്. നല്ല മജയുണ്ടായി. നമ്മൾ വൈകിട്ട് വന്ന മംഗലങ്കും എല്ലാം കണ്ട് നമുക്ക് പുതിയാപ്പിളയും കണ്ട് പുതിനാട്ടിയും നല്ല മജയുണ്ടായിന്. കുറേ ആളും ഉണ്ടായിട്ട് എല്ലാ ഉച്ച ടൈമിനല്ല തിരക്കുണ്ടത്. അതെല്ലാം പോയിട്ടായിട്ട് കുറച്ച് നമ്മൾ തന്നെ ഇങ്ങനെ നല്ല അറിയുന്നോളം മാത്രമായിട്ട് നല്ല ഉണ്ടായിന്. മച്ചാ അവിടെ തീരാകുമ്പോൾ കുറേ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് കുറേ ഉണ്ട്. എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടും വിഷയിക്കൊണ്ടും എല്ലാവരും വീഡിയോ നോക്കലുണ്ട് കാണലുണ്ട് അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട് തന്നെ പറയുന്നത്. നല്ല മജയുണ്ട്. എപ്പോഴും ഇടണോ ഇങ്ങനെ ഇടണോ നമ്മൾ നോക്കലുണ്ട്. നീ ഉണ്ടാക്കിയ റെസിപ്പി നമ്മൾ ആക്കിയിട്ട് നോക്കിയിട്ട് പിള്ളേർക്കെല്ലാം ഇഷ്ടമായി എന്നല്ലോ മംഗലത്തിൻ്റെ ഇടയിൽ നടന്ന് പറയുന്നുണ്ടായിരുന്നു പെണ്ണുങ്ങളിൽ ഓരോന്നോരോന്ന് നമ്മളത്. പിന്നെ കുറേ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കോളാക്കുന്നുണ്ട് വീഡിയോ കാണാനായിട്ട് കുറേ ദിവസം പറഞ്ഞത്. പിന്നെ ഞാൻ ഒരാൾ നൂർജാൻ എന്നത്തെ ഒരാൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ കാഞ്ഞങ്ങാട് നാന്നൂർ പറഞ്ഞത് വീഡിയോ എപ്പോഴും കാണലുണ്ട് ഭയങ്കര ഇഷ്ടം അങ്ങനെ ഇങ്ങനെ നല്ല ഇഷ്ടമാണ് വീഡിയോ ചെയ്യലുണ്ട് എന്നെല്ലാം പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ നൂർജാൻ്റെ പേര് നൂർജാൻ തന്നെയല്ലേ ഒക്കെ തോന്നുക. അപ്പോൾ വീഡിയോയിൽ പ്രത്യേകം പറയണമെന്ന് പറഞ്ഞിനോറ്. അപ്പോൾ നൂർജാൻ ഹായ് നൂർജാൻ. മംഗലത്തിന് പോയിട്ട് വന്നിട്ട് അതിന് ശേഷം ഇല്ലേ ചെറിയൊരു കേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോകുമ്പോൾ തന്നെ സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ടായി. അങ്ങനെ ഇതെന്താ പറയുക ഉപ്പാൻ്റെ ഉമ്മാൻ്റെ വെഡിങ് ആനിവേഴ്സറി അതിന് മോള് സർപ്രൈസായിട്ട് കൊടുക്കുന്നത് പറഞ്ഞാൽ കേക്ക് ഉപ്പാക്കും ഉമ്മാൻ്റെ വീഡിയോയിലിട്ട് അടിപൊളിയാക്കിയെന്ന് പറയും. ഷാള്ള പിള്ളമാരെല്ലാം അങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ഇതാണല്ലോ നമുക്ക് അങ്ങനെ. അപ്പോൾ അത് കൊടുത്തിട്ട് അതിന് ശേഷം ഓർക്കന്നുള്ളതായി മംഗലത്തിൻ്റെ അടുത്ത് നമ്മൾ പോയിട്ടേ ഓർക്കന്നുള്ള ഓർഡറാണത്. കിളിക്കൂട് കട്ട്ലറ്റ് പിന്നെന്താ ഉന്നക്കായ് ഫ്ലവർ അപ്പം ചിക്കൻ കോണ് അട്ടിപ്പത്തിരി കായ്പോള അങ്ങനെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം ഓർത്തൊന്ന് സെറ്റാക്കിയിട്ട് വെച്ചിട്ട് അതിന് ശേഷം ഇല്ലേ ലാസ്റ്റ് ചീസ് മസാലയിലോട്ട് നമ്മൾ അടത്തിയനിട്ട് പുളമാറെല്ലാം ഉണ്ടല്ലോ എല്ലാവർക്കും ഞാനിങ്ങനെ ജസ്റ്റ് ഒന്നൊരു ബ്രെഡിലേക്ക് മസാലയിലോട്ട് ചീസെല്ലോട്ടിട്ട് ഇങ്ങനെ ആക്കിയതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് ചൂടോടെ ഇങ്ങനെ കഴിക്കാൻ. അങ്ങനെ 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 അനിയത്തി കേട്ടത്തിക്കലല്ലേ പാത്രം കൈക്കായിട്ട് പിടിഞ്ഞിനറിഞ്ഞ വന്നിട്ട് ഇത് എന്നിട്ട് ഇത് ഹോട്ടലൊക്കെ ഇതിൽ പാത്രമൊക്കെ വാങ്ങലത്തെ ഒരു വിധായിനോറ്. അതെല്ലാം കഴിഞ്ഞിട്ട് അതിന് ശേഷം ഇല്ലേ അനിയത്തിൻ്റെ ശരിപ്പാന്നിട്ടൊരു അനിയത്തി ഉണ്ട്. നമുക്ക് കുറേ അനിയത്തി ഉണ്ടല്ലോ നമുക്ക് മഷാല 5-6 ആളുണ്ടല്ലോ.
അപ്പോൾ ശരിപ്പാലത്തുള്ളൊരു അനിയത്തിയുണ്ട്. അപ്പോൾ ഓളെ ബർത്ത്ഡേ അങ്ങനെ ഓളിങ്ങനെ പറയുന്നുണ്ട് വിഷാക്കിയിട്ടില്ല ഞങ്ങൾക്ക് നമ്മൊന്നും മെയിൻ ചെയ്യാക്കിയിട്ടാ ബർത്ത്ഡേ നമുക്ക്. അപ്പോൾ രാത്രി നമ്മൾ ഒരു കേക്കെല്ലാം കൊണ്ട് പോവാം സർപ്രൈസ് ആയിട്ട് നല്ല ചെല്ലിട്ട് അങ്ങനെ നമ്മൾ പ്ലാൻ ആക്കിയിട്ടുണ്ടായിന്. അങ്ങനെ നമ്മൾ ഓർഡറെല്ലാം കൊടുത്തിട്ട് അതിന് ശേഷം ഞാനും ഏട്ടത്തിയും അനിയത്തി പോയതാണ്. ഒക്കെ ഒരു കേക്കും അൽഫാമും കുബൂസ് അങ്ങനെയെല്ലാം കൊണ്ടൊരു മജായിട്ടൊരു ചോക്ലേറ്റ് എല്ലാം കൊണ്ട് പോയത്. അങ്ങനെയല്ലേ ആടക്കത്തിൽ നോക്കുമ്പോൾ നമ്മളെ സർപ്രൈസ് ആക്കിയില്ലേ. നമ്മുടെ കുറേ ഉപ്പാൻ്റെ എന്തോ ആണ്ടുണ്ടായിന്. അങ്ങനെ ഒരു ഫുഡെല്ലാം കഴിക്കാതെ പോകാത്ത ഉമ്മ വിടുന്നേല്ലോ ഉമ്മ. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം ആക്കുമ്പോൾ ഉണ്ട് ആങ്ങളെ വരുന്നത്. ആങ്ങളെ ഉള്ളൂ എത്ര രാത്രി ഏകദേശം 11-12 അതിനും തോന്നുന്നു ഓനോൾക്ക് സർപ്രൈസ് ആക്കിയത്. അങ്ങനെ കേക്ക് മസാല 2 ആയി അറിഞ്ഞാൽ ഓർ നമ്മളെ കണ്ടിട്ട് അന്തം പെട്ടിന്. ഓർക്ക് അറിഞ്ഞിട്ടാണ് നമ്മൾ വന്നത്. നമ്മൾ വരുമ്പോൾ വിളിച്ചിട്ടുണ്ടായിന് പക്ഷെ ഓർ ഫോൺ എടുത്തിട്ടാണ്. അപ്പോൾ നമ്മൾ വന്നത് അറിഞ്ഞിട്ട് അങ്ങനെ അതും ഇതും എല്ലാവരും ഒരുമാതിരി സർപ്രൈസ് ഉണ്ടായിന് അറിഞ്ഞാൽ. അങ്ങനെ 2 കേക്കെല്ലാം കട്ടാക്കിയിട്ട് നമ്മൾ വന്നതാണ്. അപ്പോൾ ഇതെന്ത് സംഭവം ഞാൻ പറഞ്ഞിട്ട് ഒരു ദിവസം തന്നെ വീഡിയോ അല്ല കുറേ ദിവസത്തെ വീഡിയോ തന്നെ മിക്സ് ആക്കിയിട്ടിട്ടതാണ്. കുറേ എടുത്തിട്ട് സ്റ്റോറേജ് ഫുള്ളായിട്ട് അങ്ങനെ എല്ലാം ആയി. അപ്പോൾ അത് നമ്മൾ പുതിനാട്ടിയും പുതിനാപ്പിളും എല്ലാവരും ഉണ്ട്. അനിയത്തിമാരും നമ്മൾ 2-3 ആളുണ്ടായിട്ട് വലിയ രണ്ടാമത്തെ ഒരു ഏട്ടത്തിയും ചെറിയൊരു അനിയത്തിയൊന്നും ഇല്ല. ഇത് പ്ലാൻ ആക്കി ചെയ്തതല്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം ഒരു കേക്കെല്ലാം മേങ്ങിരുന്നിട്ട് അവരിങ്ങനെ ഒരൊറ്റ മിനിറ്റിലൊരു ഇറങ്ങുന്നില്ല അങ്ങനെ ഒരു ഇറങ്ങിയതാണെന്ന് പറഞ്ഞാൽ. അങ്ങനെ അവിടെ ഫുഡെല്ലാം കഴിച്ചിട്ട് കേക്കെല്ലാം തന്നിട്ട് അതിന് ശേഷം പിന്നെ നമ്മൾ പെരക്കന്നെ വന്നതാണ്. പിന്നെയും ഉണ്ട് വിശേഷങ്ങൾ തീർന്നിട്ടില്ല. നിങ്ങൾക്ക് പിടിഞ്ഞാ നമുക്ക് വോയിസ് കൊടുത്തിട്ട് പിടിഞ്ഞാ നിങ്ങൾക്ക് കണ്ടിട്ട് പിടിഞ്ഞങ്ങ് ചെല്ലണോ? പിന്നെ നമുക്ക് വീഡിയോ ഇപ്പോൾ കാണലുണ്ട്. എന്ത് ബീവിപ്പാ ഏതോ ഒരു ബീവി ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചു. ഞങ്ങൾക്ക് ഓർമ്മയില്ല ശരിക്കും പേര് ഓർമ്മയില്ല. അപ്പോൾ ഹായ് പറയണമെന്ന് വല്ല പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ എപ്പോഴും കാണലുണ്ടെന്ന്. താങ്ക് യു എല്ലാവർക്കും കാണണം. എല്ലാവർക്കും കാണണം, കമൻറ്റ് ഇടണം, ലൈക്ക് ഇടണം, എല്ലാം ആക്കണം. അപ്പോൾ നിങ്ങളെ കമൻറ്റ് ലൈക്ക് എല്ലാം കാണുമ്പോൾ നമുക്ക് പിന്നെയും വീഡിയോ ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് അല്ലേ അല്ലേ. അപ്പോൾ ഇതോളം മച്ചുഞ്ചിൻ്റെ മോള് ഓള് ചെറിയ മോള് അങ്ങനെ എല്ലാം ഉണ്ട്. മച്ചുഞ്ചിക്ക് എല്ലാം അങ്ങനെ ഞങ്ങളെപ്പോലെ തന്നെ 4-5 പെണ്ണ് പിള്ളേരൊക്കെ നല്ല മജ്ജയുണ്ട്. മാത്രം നമ്മളതെല്ലാം വലുതായില്ലേ. ഓളതെല്ലാം കുഞ്ഞിത് ഇത് 2ാമത്തോളം മംഗലഞ്ഞത്. ബാക്കിയെല്ലാം ചെറിയത് നമ്മളത് പക്ഷേ അതെല്ലാം മംഗലഞ്ഞിട്ട് സെറ്റായതല്ലേ. അങ്ങനെ ആയിട്ട് പിന്നെന്ത് അനിയത്തിൻ്റെ പിള്ളമാരെല്ലാം മാത്രം ഉറങ്ങിന്. നമ്മൾ പോകുമ്പോൾക്ക് ഓരെല്ലാം ഉറങ്ങുന്ന പിള്ളേർ. അങ്ങനെ ഞാൻ പോകുമ്പോൾ 10-11 എന്തായിട്ടില്ല ഓർഡറെല്ലാം കഴിഞ്ഞിട്ട് എല്ലാം പോയതിന് ശേഷം പോയതാണ്. അപ്പോൾ പിള്ളേരെല്ലാം ഉറങ്ങിന്. അപ്പോൾ ആ കേക്ക് കട്ടാക്കണ്ട അത് പിള്ളേർക്കായി രാവിലെയൊക്കെ നിന്നിട്ടില്ല. നമ്മൾ ഒന്നിനെ കട്ടാക്കിയിട്ട് എല്ലാവരും കഴിച്ചതാണ്. ഇതെല്ലാം ഒരു മജ്ജ ഒരു നമ്മൾ തന്നെ ആയിട്ടുള്ളൊരു സന്തോഷം. ഒരു കേക്ക് കട്ടാക്കൽ ഒരാളെ വിളിച്ചിട്ട് കൂട്ടുന്ന കൊച്ചി മുറിക്കുക അങ്ങനെ എന്തല്ല നമ്മൾ തന്നെയായിട്ട് ഒരു കേക്ക് മുറിക്കൽ ഒരു ബിസിയും ഒരു ചിരിയും ഒരു സന്തോഷമാക്കിയിട്ട് അങ്ങനെ രാത്രി എല്ലാവരും വന്ന് പോയതാന്ന് പറഞ്ഞാൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നത്തെ എന്ത് സംഭവം അറിയോ? ഇതെല്ലാം ചോദിച്ചിട്ടുണ്ട്. കാരണം എന്തെന്നറിയോ വെക്കേഷൻ എല്ലാം അല്ലേ എവിടെയും പോയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ വെക്കേഷൻ നമുക്ക് ആയിട്ട് ചെയ്യണ്ടാവില്ല അറിഞ്ഞാൽ എവിടെ പോകാൻ കഴിഞ്ഞിട്ട് എടെങ്കൊന്ന് പിള്ളമാരെ കൊണ്ടായിട്ടൊന്ന് പൊലിസകലുണ്ട്. ഇത് 2 ദിവസമായി 3 ദിവസമായി മദ്രസയിലെ ലീവ് കിട്ടിയില്ലേ. ആടെ പോവാന്നെല്ലാം പറഞ്ഞിട്ട് ഭയങ്കരത്തിലുണ്ട്. എല്ലാം ചോദിച്ചിട്ട് തുള്ളുന്നുണ്ട് വരല്. ചെറുത് വരെ ചോദിക്കുന്നു. ഇത് നോക്കണം ചോദിച്ചിട്ട് ഇത്രക്ക് ഉണ്ടാക്കിയിട്ട് മൂട് അനിയത്തിൻ്റെതാ. ഇത് എൻ്റെ ഒരു മോള് അനിയത്തിൻ്റെ ഒരു മോന് എല്ലാം ഭയങ്കര ഹൈ പ്രഷറിലുണ്ട്. വെക്കേഷനായിട്ട് ഇവിടെ പോകുന്നില്ല എല്ലാവരും പോകുന്നു ഇവിടെ മാത്രം പോകാതെ എന്ന് വെച്ചിട്ട്. അപ്പോൾ ഞാൻ പിള്ളേരോട് എന്തില്ലേ പിള്ളമാർ നിങ്ങൾ ആടെ പോയെങ്കിൽ തിന്നുന്നത് പാനിപ്പൂരിയും ഐസ്ക്രീമും അങ്ങനെ ഇങ്ങനത്തെ തിന്നുന്നത് എല്ലാം നമ്മുടെ പുരയിലുണ്ടാക്കി കഴിക്കാം. എന്നിട്ട് നമ്മൾ ഇവിടെ എന്നെ പൊളിച്ചാക്കാന്ന് വെച്ചിട്ട് എന്ത് ചെല്ലെങ്കിലും പിള്ളമാറും അമ്പിനും ബില്ലിനും അടുക്കുന്നില്ല എനിക്കത് അവസ്ഥ. അപ്പോൾ നിങ്ങളെല്ലാം നമുക്ക് വെക്കേഷൻ ആയിട്ടല്ല പോയിനെന്ന് പറഞ്ഞവാ ടൂറെല്ലാം പോയിനാ എന്ത് കഥയെന്നല്ലോ. നമ്മുടെ ട്രിപ്പ് പോകാണ്ടില്ല കോഴിക്കോടെങ്കിലും പോവലുണ്ട്. ഇക്കുറി എത്തിയിട്ടേ ഇല്ലല്ലോ അറിഞ്ഞാൽ ഓരോരാൾക്ക് ഓരോരാവശ്യമായി. പിന്നെ നമുക്ക് എത്താനേ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ആങ്ങളില്ലേ പിറ്റേ ദിവസം പുള്ളമാരെല്ലാം കൊണ്ടുപോയിട്ട് പള്ളിക്കര ബീച്ചിൽ പോകുന്നിട്ട് അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അറിഞ്ഞാൽ ഓരോ പുള്ളമാരെ മാത്രം. അങ്ങനെ പിന്നെ സെറ്റാൻ കഴിയുന്നില്ല ഓരോ എങ്ങനെയാ സെറ്റാകുന്നില്ല. അങ്ങനെ നല്ല ചൂട് മന്തി പാനിപ്പൂരി പിന്നെ പിസ്സ ഉണ്ടാക്കിയിട്ടുണ്ടായി. ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് പിള്ളമാരെല്ലാം കഴിച്ചിട്ടതിന് ശേഷം പിന്നെ ഓരെല്ലാവരും പോയിന്. രാത്രിയാകുമ്പോൾക്ക് ഉമ്മ ഒരു ദിവസം നമ്മൾ കുറേ ദിവസം ഇവിടെ നിൽക്കാണ്ട് പോരായ പിന്നെ നിന്നിട്ടേ ഇല്ല. അതിന് മുമ്പ് അന്നൊരു ദിവസം ഇവിടെ നിന്നിട്ടുണ്ടായതാണ്. അപ്പോൾ ഇങ്ങനെ വിരുന്നിൻ്റെ വന്നല്ലോ. അപ്പോൾ 2 ദിവസം നിന്നിട്ട് തന്നെ പോകാന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പോയത്. പിന്നെ അത് നമുക്ക് ഇങ്ങനെ കിടന്നിട്ട് തന്നെ കാണാൻ നമുക്ക് തന്നെ ഒരു ബേജാറാണ്. എന്ത് മുണ്ടാനും കഴിയുന്നില്ല. നമ്മൾ മക്ക വന്നിട്ട് നമ്മളോട് ബൈലോട്ട് എന്ത് ചെല്ലാനും കഴിയും. നമ്മൾ മുണ്ടിയതെല്ലാം മനസ്സിലാകുന്നു പക്ഷെ ഇങ്ങോട്ട് പറയാൻ കഴിയുന്നില്ല. സൗണ്ട് വരുന്നേ ഇല്ല. ഏതെങ്കിലും ഒരു നേരത്തെ സൗണ്ട് വന്നാൽ കഴിയും. എല്ലാ ടൈമിലും നമ്മൾ ചോദിച്ചതിന് ഉത്തരം പറയാൻ അങ്ങനെ ഒന്നും കഴിയുന്നില്ല. അപ്പോൾ നമുക്ക് തന്നെ ഒരു ബേജാറാണ് മഴ കിടന്നിട്ട് തന്നെ കാണുമ്പോൾ.
കിടന്നിട്ട് തന്നെയല്ല നമ്മന്നെ തിന്നാനെന്തെങ്കിലും വായിക്കാനൊന്നും ഇതാക്കാൻ കഴിയുന്നില്ല, കൈയിടാനും കുളിപ്പിക്കാനും കുളിക്കാനും എന്തിനും മന്നാക്കിയിട്ടാണ് ആക്കുന്ന പ്രശ്നമല്ല. അൽഹംദുലില്ലാ നമുക്കിങ്ങനെ നല്ല നിലയിൽ നോക്കാൻ കഴിയണോ. പക്ഷെ ഉമ്മ മുണ്ടാണ്ട് കിടന്നില്ല, ഒരു ബേജാറ്, ചെറിയ ബേജാറല്ല, നല്ല ബേജാറാണ് നമുക്ക്. അങ്ങനെ നമ്മ ഈ വിസിയെല്ലാക്കും ഉമ്മാൻ്റെ അവിടെ എത്തിയിരുന്നെങ്കിൽ ഇങ്ങനെ മുടി നോക്കും, ബയിലോട്ടൊന്ന് ചെല്ലാനാ ഇതാക്കാനാ പുള്ളന്മാരെടുത്താക്കാനാ ഒരു പിള്ളേരെ ബസ്സാക്കാൻ ഒന്നും കഴിയുന്നില്ല. അങ്ങനെ നോക്കുന്നല്ലാണ്ട് ഇങ്ങനെ എപ്പോഴും പറയല്ലോ കുറേ മക്കളെല്ലാം പറ്റിയിട്ടാണ് ഉമ്മ കഴിയാതായി അങ്ങനെ ഇങ്ങനെ ഒരു ഇതാക്കും. നമുക്ക് തന്നെ ഒരിതാണ് നമ്മ എന്താ പറയാൻ വാക്കുകളില്ല എന്നുള്ളില്ല, അങ്ങനത്തെ അവസ്ഥ. നമുക്ക് ഏകദേശം ഒരു 50-58 ആ ഒരു ഏജ് അതിനത്ര. പക്ഷെ ഇപ്പോഴേ ഇങ്ങനെ ആയിട്ടാകുമ്പോഴേക്കില്ലേ നമുക്ക് എന്താക്കണ്ടേ. ബാക്കിയെല്ലാം നമുക്ക് ഉത്സവമില്ല, ഉമ്മാനെ കാണുമ്പോൾ ഭയങ്കര പറയാൻ കഴിയാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പം എന്ത് മജാഞ്ഞ് ഒരു മക്കളുടെ വരുമ്പോൾ നിൽക്കുമ്പോൾ ഈ പിള്ളമാരെ നോക്കുമ്പോൾ പിള്ളമാരെ ഇതാക്കുമ്പോഴല്ലോ ഒരു വേറെ തന്നെ അല്ലല്ലോ മാമാമാർ പിരിസാക്കുന്നതും. ഈ ഒരു പ്രഗ്നൻ്റ് ടൈമിനെല്ലാം ഭയങ്കര മിസ്സാണ് നമുക്ക് ഇതാകുമ്പോൾ. ഉമ്മാടെല്ലാം എന്ത് ഇതാക്കുന്നതും ചെല്ലുന്നതും അല്ലേ, അത് എല്ലാവർക്കും അറിയാം ഒരു സംഭവം അല്ലേ, പറയാൻ കഴിയാത്തൊരവസ്ഥ. ഉപ്പാവും ഉമ്മാവില്ലാത്തതൊരു ഭയങ്കര 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 മിസ്സിങ് തന്നെ അതല്ലേ. അത് അനുഭവം വരുമ്പോൾ തന്നെ നമുക്ക് അറിയുന്നതല്ലോ. എല്ലാ ഉള്ള ഉപ്പമാർക്കും ആയുസ്സും മാഫിയത്ത് ആരോഗ്യം കൊടുക്കട്ടെ അല്ലേ. അങ്ങനെ അപ്പോൾ ഒരു സ്വന്തമായിട്ട് ബാത്റൂമിൽ പോകുന്നെങ്കിൽ അതെങ്കിലും ഒരു സമാധാനമായിട്ട് നമുക്കൊരു നിസ്കരിച്ചിട്ട് ബാത്റൂമിൽ പോകുമ്പോൾ നമുക്കൊരു സമാധാനമല്ലേ. വേറെ എന്താക്കണം, ഇത് ബാത്റൂമിലേക്കേ പോകാൻ കഴിയാതെ ഭയങ്കര ബേജാറാന്ന് പറഞ്ഞാൽ. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് രാത്രിയാകുമ്പോൾ പോയിട്ടുണ്ടായി ഞങ്ങളെ ഓള് ഉമ്മ അനിയത്തി എല്ലാവരും പോയിട്ടാകുമ്പോക്കില്ലേ ഫസ്റ്റ് ഭയങ്കര കൗച്ചി മറിയുന്നുണ്ട്. ഇപ്പം എന്നോട് ഭയങ്കര ഒരു സൈലൻ്റായിട്ടില്ലേ പിള്ളേരെല്ലാം ഉറങ്ങിയെന്ന് പറഞ്ഞു. അവർ പോയപ്പോൾ എന്നെ ഇപ്പം ലാസ്റ്റ് ഒന്ന് ബാക്കിയെല്ലാം ഇടത്തിന് ഒരു മോള് മാത്രം, ബാക്കിയെല്ലാം പോയിന്. അങ്ങനെ ഓളെ ഞാൻ പിടിച്ചു നിർത്തിയത്, നീ ഇതൊക്കെ എല്ലാവരും പോയിട്ട് അവൻ കിടക്കരാന്നിട്ട് അങ്ങനെ ഓളെ നിർത്തിയിട്ടില്ല. രാവിലെ നമ്മൾ എന്താ പറയുക ഫുഡാക്കിയ ദോശ പത്തിൽ ആ വക ഐറ്റംസ് ഒന്നും ആക്കിയിട്ടേ ഇല്ല. നല്ല കിച്ചണെല്ലാം നീറ്റാക്കിയിട്ട് പോയി ഞാൻ എത്തി. പക്ഷേ അല്ല വൃത്തിയാക്കിന് കച്ചറാക്കാനേ മനസ്സിരുന്നില്ല. അപ്പോൾ ഞാൻ എന്തൊക്കെയോ ഈ സംഭവങ്ങളിലെ കേങ്ങ്, ഒരു ചെറിയ കേങ്ങ്, ചോളം അങ്ങനത്തെ എല്ലാം ഉണ്ടായിന് ഓരോന്നോരോന്ന്. അതെല്ലാം വെച്ചിട്ട് ഒപ്പിച്ച് രാവിലെ പിന്നെ ഒരു മുട്ടയെല്ലാം വേവിച്ചിട്ട് അങ്ങനെ എല്ലാം സെറ്റാക്കി. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പെയിൻറ്റിൻ്റെ ചെറുങ്ങനെ പെയിൻറ്റ് കൊടുത്തിട്ട് എന്താ ഈ ഗ്രിൽസിലേക്കെല്ലാം പെയിൻറ്റ് കൊടുത്തിട്ട് ഒപ്പിച്ചറിഞ്ഞു. ഇപ്പോൾ കിച്ചണ് കെട്ടണോ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടായിട്ടേ അത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ആക്കാന്നില്ല. ഇപ്പോൾ പെയിൻറ്റെല്ലാം കൊടുത്തിട്ടാകുമ്പോൾ കാണാൻ കുറച്ച് നല്ല വൃത്തിയായി. വൈറ്റ് കൊടുത്തിട്ടാണ്, ബ്ലാക്ക് കൊടുത്തതാണ്. വൈറ്റ് കാണാൻ പാകണ്ട നമുക്ക് തന്നെ പണി കിട്ടുമെന്ന് പറഞ്ഞാൽ. ഈ നമ്മൾ ബന്ധം വരുന്നത് ഇതെല്ലാം ചെയ്യുമ്പോൾ അത് തെറിച്ചിട്ട് അതിൻ്റെ ഒരു മാതിരിയായിട്ടെല്ലാം കോലം പോകുന്നു. അപ്പോൾ ഞാൻ എന്തൊക്കെ കാണാൻ കുറച്ച് പാങ്ങില്ലെങ്കിലും പ്രശ്നമില്ല, ബ്ലാക്ക് ആവുന്നില്ലേ. അങ്ങനെ ബ്ലാക്ക് കൊടുത്തതാണ്. മുഗ്രെല്ലാം തന്നെ സായറിൻ്റെ ഓർന്നിട്ട് ഒരു വക എല്ലാവർക്കും അറിയും. നമ്മളിവിടെ പരിപാടി ആയപ്പോൾ എന്നോറന്നെ കൊടുത്തിന്, എപ്പോഴും കൊടുത്തത് ഓറന്നെ, ഇപ്പോഴും കൊടുത്തത് ഓരന്നെയാണ്. അപ്പോൾ ഓർ വന്നിട്ട് എപ്പോഴെപ്പോഴാന്നിട്ട് ചെയ്തിട്ട് പോകും. ഒരു ദിവസം തന്നെ പുറത്ത് വർക്ക് ഏരിയയും ബെഡ്റൂം അങ്ങനെ എല്ലാം കൊടുത്തിട്ട് പോയി പറഞ്ഞാൽ അതെല്ലാം ഞാൻ ഫിനിഷ് ചെയ്ത് നിങ്ങൾ കാണിക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ രാവിലെ ഹോർലിക്സും ചോളവും കേങ്ങ് മുട്ട എന്തെല്ലാം വെച്ചിട്ട് ഒപ്പിച്ച് എന്തൊപ്പിച്ചെങ്കിലും നമ്മൾ ആ കറി കൂട്ടിയിട്ട് ദോശ കൂട്ടിയതും പത്തിലതൊന്നും ആ ഒരു ഫീൽ വരുന്നേ ഇല്ല. എനിക്ക് വരുന്നില്ല. ഇനി പിള്ളമാരുടെ അവസ്ഥ എന്തെന്നറിയില്ല. നമുക്ക് ഈ ചോറും കറിയും എല്ലാം വെച്ചിട്ടില്ലേ വേറെ എന്തെങ്കിലും ആകുമ്പോൾ അപ്പം തോന്നിട്ടാലോ കറി കൂട്ടിയിട്ട് അപ്പം തോന്നിട്ട് അങ്ങനെ എന്നാന്ന് മനസ്സിലേക്ക് വരുന്നത്. നമ്മ ഇങ്ങനെ ഉമ്മാനെ ഇതാക്കുമ്പോഴെല്ലാം നമ്മൾ പറയുന്നത് നമ്മ ഇപ്പോൾ കുറേ മക്കളുണ്ടതുകൊണ്ട് മാഷാ അല്ലാ ഉമ്മാനെ നല്ല പൊന്നു പോലെ നമുക്ക് നോക്കാൻ കഴിയുന്നില്ല. എത്ര ഇതായെങ്കിലും എത്ര കഴിയുന്നില്ല അങ്ങ് ഇതാക്കി വീൽ ചെയറിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ഇങ്ങനെ നമ്മൾ തന്നെ ഉമ്മാനെ നമുക്ക് നല്ല നോക്കാൻ കഴിയും. ഇപ്പം നമ്മളെല്ലാം അവസ്ഥ ഉണ്ടാവും അല്ലേ. ഇപ്പോഴത്തെ ആൾക്കാർക്കെല്ലാം ഒരു ഇത്തിരി മക്കോ അല്ലേ 3, 4 മാക്സിമം പോയിപ്പോയെങ്കിൽ 4 അപ്പുറം ഉണ്ടാവും. അപ്പോൾ ഇനി മക്കോ ഈ പഠിപ്പും മോറെ ഹോസ്റ്റലിൽ ആടി നിൽക്കലോ എല്ലാം ആയിട്ടാകുമ്പോൾ നമ്മളെ കിടത്തില്ലെങ്കിൽ എന്താ അവസ്ഥ അല്ലേ, പേടിയാന്ന്. നമ്മളെല്ലാം മക്കളെ സ്വലിയായ മക്കളാകട്ടെ അല്ലേ, ഉമ്മാനിപ്പാനെല്ലാം പൊന്നു പോലെ നോക്കുന്ന പോലത്തെ മക്കളാകട്ടെ അല്ലേ. നമ്മ നോക്കിയെങ്കിൽ നമ്മളെ നോക്കും ഇൻഷാ അല്ലാ. അങ്ങനെ പ്രതീക്ഷിക്കാം. അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസത്തെ ഓർഡറാന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര ബൾക്ക് ഓർഡറാണ്, വലിയ ഓർഡറായിരുന്നു. ഇത് പുതിയ ആപ്പിൾക്ക് രാത്രിക്കുള്ള ഓർഡറില്ലേ അതാണ്. അപ്പോൾ മാഞ്ചി ഇടിമാഞ്ചില്ലേ അത് പൊള്ളിച്ചത്, പിന്നെ ഫുൾ മട്ടൻ്റെ തല, മട്ടൻ കറി, ചിക്കൻ കറി, കാട മസാലയില്ലേ അത്, പിന്നെ കുറേ അപ്പങ്ങൾ, സ്നാക്സ്, ഉന്നക്കായ, കട്ട്ലേറ്റ്, കളിക്കൂട, ടിപ്പത്തിരി, പിന്നെന്താ അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ മാത്രം എടുക്കുന്നത്. ഇനി നിങ്ങൾ ഫിനിഷ് ആയതിനു ശേഷം കാണാം.
ഇത് ഏകദേശവും മിഞ്ഞാന്ന് മംഗലുണ്ട് അതിന് വിൻടച്ചിൽ. അപ്പോൾ ഒരു രാത്രി ആയെങ്കിൽ പ്രശ്നമില്ല, രാത്രി 12 മണി 1 മണി ആയെങ്കിൽ പ്രശ്നമില്ല. ഞങ്ങൾക്ക് ആ ടൈമിന് ഫുഡ് മതി എന്നല്ല പറഞ്ഞിന്. കുറേ ദിവസം മുമ്പല്ലേ നമ്മൾ ഡീലാക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു 1 മണി എന്തല്ല, നമ്മൾ 11 മണിയാകുമ്പോൾ ഉറങ്ങുന്നത്, 11 മണിയാകുമ്പോൾ ഡെലിവറി ആക്കുമെന്ന് വെച്ചിട്ട് ഞാൻ വലിയ ബീമ്പളിക്കുന്നു അവരോട്. ഇത് പക്ഷെ അതിൻ്റെ ആ ദിവസം വരുമ്പോൾ ഇല്ലേ 11 മണി പോയിട്ട് 12 മണിയായി, 12:30 1 മണിയായി, 1:30 മണി വരെ ഞങ്ങൾക്ക് ഫുഡ് ഫിനിഷ് ആവുന്നില്ല. കുറേ ഉണ്ടായിന്, എത്ര ചുട്ടെങ്കിലും 4 ഗ്യാസിൽ വെച്ചെങ്കിലും സെറ്റാകുന്നില്ല. എന്നിട്ട് ഞാൻ നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ ഇങ്ങനെ ഒരു ബ്ലാങ്കറ്റ് വിരിക്കും താഴേക്ക്. ആ എണ്ണയും നെയ്യും അതും ഇതെല്ലാം ഇട്ടുന്നല്ലേ. അപ്പോൾ ഫുള്ള് ഉള്ളോളം കച്ചറാന്ന്. അത് പറഞ്ഞിട്ട് അതിൻ്റെ ഡോറെല്ലാം അടിച്ചിട്ട് സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനത്തെ തുണി വിരിച്ചങ്ങ് ആ എണ്ണ എല്ലാം ഇതിലേക്കാണ്. അപ്പോൾ അതിനൊന്ന് ലാസ്റ്റ് മിഷനിലിട്ടത് ഒത്തരാന്ന് കൊടുത്തിട്ട് അതിന് ശേഷം ഓർഡറിൽ കൊടുത്തിട്ടായിട്ട് ഞാൻ ആ വർക്ക് ഏരിയക്ക് താഴേക്ക് ഫുള്ള് വെള്ളം കൂട്ടിയിട്ട് അടിക്കലാന്ന്. ആ വെള്ളം കൂട്ടി അടിച്ചിട്ടാണ് ഗ്രിൽസെല്ലാം കൊമ്പിച്ചിട്ട് പോയത്. 2 താഴെയും 4 ഗ്യാസ് മുകളിലുണ്ടായിട്ടും 1 മണി വരെ നമുക്ക് ഫുഡ് കൊടുക്കാൻ കഴിഞ്ഞിട്ട് ഐറ്റം കുറച്ച് കൂടുതൽ തന്നെ ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഇപ്പം ഇങ്ങനെ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടുണ്ട് സ്റ്റാർട്ടിങ്. പിന്നെ ഉച്ചയ്ക്ക് ഞാനന്ന് ഫുഡൊന്നും ഉണ്ടാക്കിയിട്ട് ഒരു ദിവസം മുമ്പ് ഉണ്ടായി, മന്തി തന്നെ ഉണ്ടായി. അതിന് തന്നെ ചൂടാക്കിയിട്ട് ഞാൻ മക്കളും വേറെ പ്ലേറ്റൊന്നും എടുത്തിട്ടില്ല, അതിൽ തന്നെ ഇട്ടിട്ടില്ല, എല്ലാത്തിനും വയലിട്ട് കൊടുത്തതാന്ന് പറഞ്ഞാൽ. അതെടുന്നോ ഒരു കച്ചറിനെ എടുത്തോണ്ട് കുഞ്ചിരിട്ട് കാണിക്കുന്നുണ്ട്. ബാത്റൂമിൽ പോകുന്ന വെള്ളം തോന്നുന്നത്, ഇപ്പുറത്തല പോകുന്നത് ക്ലാസ്സിൽ നിന്ന് വെള്ളം തോന്നുന്നത്, അപ്പുറത്തല പോയിട്ട് വേറെ എന്തെങ്കിലും മറിച്ചിട്ട് വരുന്നത്. ഇപ്പം ഇങ്ങനെ ഓനെ നോക്കാൻ ഇങ്ങനെ ഒരാൾ വേണം പറഞ്ഞാൽ. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് കുഞ്ഞിനെ വെച്ചിട്ട് എങ്ങനെ ചെയ്യുന്നത്. നല്ല ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ അതിൻ്റെ ഇടയിൽ ചെയ്യുന്നു. നമുക്ക് ഈ ഫുഡിനോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ ഉന്നക്കായ, കട്ട്ലേറ്റ്, കിളിക്കൂട്, അട്ടിപ്പത്തിരി, ചിക്കൻ കോൺ അതെല്ലാം ആയിട്ടായതിനു ശേഷം ഇല്ലേ ലാസ്റ്റ് ഞാൻ മീനെല്ലാം ഒന്ന് മസാല പുരട്ടിയിട്ടെല്ലാം വെച്ചിട്ടുണ്ടായി. അതിനൊന്ന് പൊളിച്ചിട്ടെടുക്കുന്നത്, ഇത് ഫ്രൈ ആക്കി എന്നിട്ട് അതിന് പൊളിച്ചിട്ടെടുത്തതാണ്. അപ്പോൾ ഇതാന്ന് പറഞ്ഞാൽ ഫൈനൽ ലുക്ക്. കാണുമ്പോൾ നല്ല ചെലിയില്ലേ, രാവിലെ കിച്ചണിൽ നിന്നത് രാത്രി 1 മണിയായിന് സെറ്റാകുമ്പോൾ. ഇത് മട്ടൻ്റെ തലയാണ്. മട്ടൻ തല, കാട മസാല, മട്ടൻ കറി, ചിക്കൻ കറി, ഈ വക കുറേ ഐറ്റംസ് എല്ലാം ഉണ്ട്. അപ്പോൾ നല്ല അർക്കം വരുന്നുണ്ട്. അതിന് ഞാൻ എന്തൊക്കെ അറിയോ, ഒരു നല്ല സ്ട്രോങ്ങിൽ ചായ എല്ലാം ഇടയിൽ കുടിച്ചതാന്ന് പറഞ്ഞാൽ ഉറക്കം വരുന്നത് കൊണ്ട് തന്നെ. പിന്നെ ഇന്ന് ക്ലീൻ ആക്കാൻ അതിൻ്റെ പണിക്കൊന്നും ഉണ്ട്. അതിന് നല്ലൊരു ചേച്ചി ഞാൻ മുമ്പേ സെറ്റാക്കിയിട്ട് വെച്ചിരുന്നത്. കുറേ ഓർഡർ ഉണ്ടല്ലോ, നമ്മൾ ഭയങ്കര ടയർഡായി പോകും അതും കൂടി ചെയ്തെങ്കിൽ. അപ്പം ഞാൻ ചേച്ചിനെ ഒന്ന് മുമ്പേ സെറ്റാക്കിയിട്ട് വെച്ചിന്. ചേച്ചി വന്നപ്പോൾ തുടങ്ങിന് പാത്രത്തിൻ്റെ അടുത്ത് അഞ്ഞിട്ടില്ല, എടുക്കുന്നത് കവുന്നു വയലോട്ട് എടുക്കുന്നു അങ്ങനെ. അവർക്ക് രാവിലെ കുമ്പാണ് ഒന്ന് ചെല്ലിട്ടുണ്ടായി പുതിയ ആപ്പിൾക്കുള്ള ഫുഡും. രാവിലെയും രാത്രി എന്നിട്ട് ഒരു കുറേ ചായ കുടിച്ച് ഞാൻ നല്ല സ്ട്രോങ്ങിൽ തന്നെ നമുക്ക് പിടിച്ചിക്കണ്ടേ അങ്ങനെ. അപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം ഇല്ലാത്തതുകൊണ്ട് തന്നെ അത്ര വലിയ സംഭവമല്ല. നമുക്ക് ഈ കട്ടാക്കിയിട്ട് ഇതാക്കിയിട്ടെല്ലാം ഭാബി തന്നല്ലോ, ഈ മസാല ആക്കിയിട്ടെല്ലാം ഞാൻ കൊടുത്ത് അതിനെല്ലാം സെറ്റാക്കിയിട്ടെല്ലാം ഭാബി സെറ്റാക്കി. ബയ്യൊക്കെ എണ്ണയിലിടുന്നത് ഞാൻ ഇട്ട് അങ്ങനെ മാറിയിട്ട് നമ്മ ഇങ്ങനെ രണ്ടാളും കൂടി ചെയ്തു തന്നു. പക്ഷെ അതെല്ലാം തിരില്ല നല്ല ടയർഡായിരുന്നില്ലെങ്കിൽ അങ്ങനെ ആയിട്ടുണ്ടായിന്. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് നല്ല ചൂടുവെള്ളത്തിലെല്ലാം കുളിച്ചിട്ടാകുമ്പോൾ ഒന്ന് സെറ്റായതാന്ന് പറഞ്ഞാൽ പിന്നെ ഇത് രാവിലത്തെ ഓർഡർ കഴിഞ്ഞു. കുഞ്ഞിക്കാലത്തപ്പം, നെയ്ക്കഞ്ഞി, നെയ്യപ്പം, നെയ്പ്പത്തിൽ, ചിക്കൻ ഫ്രൈ, പിന്നെ പത്തിൽ, പിന്നെ ഞാൻ കറിയാക്കിയത് ചിക്കൻ സ്റ്റൂ ആണ് ആക്കിയത്. പക്ഷേ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് രാത്രിക്ക് നല്ല ഉണ്ടായിന്, അടിപൊളിയാന്നല്ല പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അൽഹംദുലില്ലാ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് നമ്മൾ ഉണ്ടാക്കുന്ന എന്താകും നേരാണെന്നിട്ട് തന്നെയല്ലേ ചെയ്യുന്നത്. അതെന്നാലും ഒരു വിളിച്ച് പറഞ്ഞിട്ട് അടിപൊളിയായിന്, ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നല്ലോ. അൽഹംദുലില്ലാ ഒരു സമാധാനമെന്ന് പറഞ്ഞാൽ ആ നടുതമ്പലവും കാലിൻ്റെ മുട്ടുതമ്പലവും എല്ലാം നല്ല കുറയുന്നു അവർ കമൻറ്റ് കേൾക്കുമ്പോൾ. നമ്മൾ ഈ പണിയെടുത്തിട്ട് ആ ബെഡിൽ കിടന്നാൽ കാലെല്ലാം ഇങ്ങനെ മടുമ്പലിങ്ങനെ ചൊരിയുന്ന പോലെ അങ്ങനെ നല്ല പെയിൻ ഉണ്ടാകുന്നു. മരുന്ന് തേക്കലും ചൂടുവെള്ളം വെക്കലും പുള്ളമാരെ പുള്ളറോടെ ഒരിക്കൽ മരുന്ന് വെച്ചിട്ട് കാലിലേക്ക് കാലമ്പലായിട്ട് കഴിഞ്ഞില്ലേ പുള്ളറോടെല്ലാം കാല് തടിക്കലാന്ന് പറഞ്ഞാൽ. പക്ഷെ അത് പുള്ളമാരെല്ലാം നേരെ കാലെല്ലാം തടിച്ച് തരുമല്ലോ ഞാൻ മരുന്നെല്ലാം തേച്ചിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാ സംഭവം കഴിഞ്ഞ് ക്ലീനിങ് എല്ലാം ആയിട്ടുണ്ട്. ഇന്ന് ഓർഡറും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഒന്ന് ഫ്രീ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2-3 ഐറ്റമിന് ഓർഡർ ആക്കിയിട്ടുണ്ടായി. ഇതെന്താ സംഭവം അറിയാം, നമ്മളെ കാഷ്വൽ ഇങ്ങനെ ഗ്രേറ്റ് ആക്കുന്നില്ലേ, അതാന്നില്ല. ഞങ്ങൾക്ക് ഈ പുഡിങ്ങിൻ്റെ ഓർഡറിൻ്റെ ടൈമിനല്ലേ ഇല്ലേ കട്ടാക്കേണ്ടിയിരുന്നത് നല്ലൊരു പണിയാണ് ഓർഡറിൻ്റെ ഇടയിൽ. അതിന് ഞാൻ അവർ ചോപ്പർ വാങ്ങിയത്, അത് നല്ല യൂസാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞങ്ങൾക്കൊരു പുഡിങ്ങിൻ്റെ ഓർഡർ ഉണ്ടായിന്. അപ്പോൾ അതിൻ്റെയൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതെന്ത് സംഭവം എന്നറിയോ, ഇത് നമ്മൾ മുട്ടെല്ലാം വെക്കുന്നില്ലേ ആ ഒരു ഐറ്റം. മുട്ട 12 എത്ര വെക്കുന്നപ്പോൾ എത്ര ഉണ്ടാകും നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ.
ഓരോന്നോരോന്നേ ഇങ്ങനെ ആമസോണിൽ നോക്കിയിട്ടില്ലേ നമുക്ക് യൂസ് ആകുന്നതിന് ഞാൻ ഇങ്ങനെ ഓരോന്നോരോന്ന് ഓർഡർ ആക്കലാന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത് നോക്കി എന്താന്ന് ഓക്കെ കൈയെല്ലാം ഇങ്ങനെ കാണുന്നുണ്ട് കുളിച്ചിട്ട് ഫ്രഷ് ആയിട്ടില്ല ഒരു നൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ട് വന്നിട്ടതാന്ന് പറഞ്ഞാൽ രാത്രി നല്ല ചൂടുവെള്ളത്തിൽ കുളിച്ചിട്ട് അയച്ചിൽ കിടക്കുമ്പോൾ നല്ല സുഖം എന്നിട്ട് നല്ല പകലുറങ്ങിന് ഇന്നലെ ഒരു ദിവസം ഇല്ലേ ഫുൾ ടൈം കിടന്നേനെ എണിച്ചിട്ടേ ഇല്ല പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം കഴിഞ്ഞിട്ട് ഒരു ഓർഡർ ഉണ്ടായിന് ചെറിയ പുഡിങ്ങിൻ്റെയും മുട്ടമാലിൻ്റെ അങ്ങനത്തെ എല്ലാം അത് ഞാൻ എടുത്തിട്ടുണ്ടായിന് അതിൻ്റെ പിറ്റേ ദിവസം തന്നെയുള്ള ഓർഡർ എടുത്തിട്ടാണ് കഴിഞ്ഞില്ലായിട്ട് അത് ക്യാൻസലാക്കിയിട്ടുണ്ടായി പിന്നെ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമുള്ള ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ അപ്പോൾ അതാ ഈ മുട്ടൻ്റെ ട്രേ നോക്കി നല്ല നല്ല ഉണ്ടായിരുന്നു ഞാൻ ഒരു ഇതിൽ തന്നെ 12 മുട്ട വെക്കാവോ 12 24 36 മുട്ട പിടിക്കും നമ്മൾ ഒരു ഈ കണ്ടെയ്നറിൽ ഈ 3 സെറ്റിലായിട്ട് ഈ നല്ല ഫ്രിഡ്ജിൽ വെച്ചിട്ടാൻ വയ്ക്കില്ലേ നല്ല പാങ്ങുണ്ട് ഒരു വൃത്തിയില്ല ഒരു മൂലക്ക് ഒതുങ്ങി നിന്നോളൂ അവിടെ തന്നെ അങ്ങനെ അപ്പോൾ നോക്കിയേ അപ്പോൾ ഈ കയ്യിൽ ചരട് കണ്ടാ നിങ്ങൾ കുറേ ആൾ ചോദിച്ചിന് അതെന്തിന് ചരട് കെട്ടിക്കിന് എന്തിനെന്ന് ഇതൊരു ചരട് ഉണ്ടെങ്കിൽ ഒരു സമാധാനമുണ്ട് അങ്ങനെ അപ്പോൾ അതില്ലാങ്കിലേ എനിക്ക് എന്തോ മാതിരിയാന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ അധികം കെട്ടൽ തന്നെ ഉണ്ട് പറഞ്ഞാൽ ഒന്ന് പോകുമ്പോൾ ഒന്ന് മാറ്റിയിട്ട് കെട്ടിക്കൊണ്ടിരിക്കും ഇത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു ചെറിയൊരു സംഭവം എന്തോ ഓർഡർ ആക്കി അത് വന്നാൽ കാണിച്ചു തരാം നമ്മൾ ഓയിലില്ലേ ഓയിൽ ഇങ്ങനെ സ്പ്രേ ആക്കുന്ന സംഭവം അതുണ്ട് അത് വന്നിട്ട് നമ്മൾ കാണിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഇതിലേക്കെല്ലാം മുട്ടയെല്ലാം വെച്ചിട്ട് സെറ്റാക്കിയിട്ട് വെക്കാം ഇപ്പം എൻ്റെ അടുത്തില്ല ഇന്നലെ ഞാൻ ഓർഡർ കഴിഞ്ഞതുകൊണ്ട് തന്നെ മുട്ടയെല്ലാം തീർന്നിട്ടുണ്ടായി ഞാൻ ഓർഡർ ഉണ്ടെങ്കിൽ 100-200 മുട്ടയെല്ലാം ഒന്നിച്ച് ഇങ്ങനെ ബൾക്കായിട്ട് എടുക്കും ആ ഓർഡർ കഴിയുമ്പോൾ അത് നേരെ പകുതിയാവും ഇപ്പോൾ തീർന്നിട്ട് കുറച്ചെന്തോ ബാക്കിയുണ്ടായി നമ്മൾ വെച്ചിട്ട് നോക്കാം ഇതിൽ ഇതിൽ വെച്ചിട്ട് കാണുമ്പോൾ നല്ല മജയുണ്ട് കാണാൻ നല്ല വൃത്തിക്ക് കുറേ ആൾക്ക് കുറേ ഞാൻ കുറേ ഡൗട്ട് ക്ലിയർ ആക്കി എന്നാലും വാട്സപ്പിൽ ചോദിക്കുന്നു എല്ലാവരും ഇങ്ങനെ അപ്പം ഓർഡർ കിട്ടുമ്പോൾ എങ്ങനെ എടുക്കുന്നത് നിങ്ങൾ കുറച്ച് ഉള്ളിൽ ഏരിയയിൽ തന്നെ പറഞ്ഞത് എങ്ങനെ കിട്ടുന്നത് എങ്ങനെ ചെയ്യുന്നത് ഏതാക്കുന്നതെന്നെല്ലാം കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടും ഉണ്ട് സംഭവം അതെന്താ പറയുക ഞാൻ എല്ലാ ഐറ്റംസും ഞാൻ കൊണ്ടുവന്നിട്ട് വെക്കും പുരയിൽ ഒരു ഓർഡറിന് വേണ്ടിയ സംഭവങ്ങളെല്ലാം എന്തെല്ലാം ഇപ്പോൾ നമുക്കറിയുമല്ലോ ഓർഡർ എടുത്തിട്ട് എല്ലാ ഐറ്റംസും കൊണ്ടുവരും ചിക്കന് ബീഫ് മട്ടന് ഈ സംഭവം വെച്ചിട്ട് ബാക്കിയെല്ലാം ഞാൻ സ്റ്റോക്ക് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും ഓക്കെ പരൽ വെക്കും ഫ്രിഡ്ജിൽ വെക്കുന്ന ഐറ്റംസ് മാത്രം ഞാൻ കൊണ്ടുവരാം ബാക്കിയെല്ലാം ഞാൻ കൊണ്ടുവന്നിട്ട് വെക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ആക്കാൻ മറക്കണ്ട പുതിയതായിട്ട് ആരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ തെറ്റി പുതിയതായിട്ട് ആരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാം അപ്പോൾ നിങ്ങൾ ലൈക്കും കമൻറ്റും മറക്കണ്ട കമൻറ്റ് ഇട്ടോ കൊടുക്കണം ലൈക്ക് ഇട്ടോ കൊടുക്കണം ഓക്കെ അപ്പോൾ കുറേ ആളില്ല എൻ്റെ വീഡിയോ കാണായിട്ടില്ലേ സബ്സ്ക്രൈബ് ചെയ്തോർ ഞാൻ സബ്സ്ക്രൈബ് ആക്കിയില്ല വീഡിയോ എന്താ കാണുന്നില്ലല്ലോ വീഡിയോ ഇട്ടിട്ട് കുറേ ആൾ അക്കൻ്റെ വോയിസ് ഇട്ടിട്ട് അമ്മ എൻ്റെ കയ്യിൽ വരാത്തതല്ല ഞാൻ പിന്നെയോ നെക്കിയാണ് അങ്ങനെ എന്താ നിൽക്കണ്ട ഞാൻ വീഡിയോ ഇടാത്തതുകൊണ്ടാണ് കാണാത്തറിയാം ഇപ്പോൾ വീഡിയോ ഇട്ടിട്ടുണ്ട് എല്ലാവരും നോക്കാം ഓക്കെ ബൈ അസ്സലാമു അലൈക്കും